ഈശ്വരസിഹായിയെ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 4-ാം വാക്യം. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഈശോ പറയുന്ന വചനഭാഗമാണ്. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെയാണ്? അവൻ എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. എപ്പോഴാണ് ഈശോ ഇത് പറയുന്നത്? ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് ഈശോ പറയുകയാണ്, പിതാവേ, ഞാൻ നിന്നെ ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഈ ശിഷ്യന്മാരും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നിന്നെ മഹത്വപ്പെടുത്താനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവനാണ് ഓരോ ക്രൈസ്തവനും. നമ്മുടെ ജീവിതത്തില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക? ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അവൻ എന്നെ ഏൽപ്പിച്ച ജോലി ഈ ഭൂമിയിൽ പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എന്താണ് എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി? ഇതാരാ എനിക്ക് പറഞ്ഞു തരേണ്ടത്? ദൈവം എന്നോട് സംസാരിച്ചു. ദൈവസന്നിധിയില് ശാന്തമായിട്ടിരുന്ന് അവൻ എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട്, ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഈ ഭൂമിയിൽ നിറവേറ്റുവാനായിട്ട് ഞാൻ തയ്യാറാവണം. അങ്ങനെ നിറവേറ്റുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ എന്നാ? ദൈവം എന്നെയും മഹത്വപ്പെടുത്തും അല്ലെ? ഈശോ പിതാവായ ദൈവം അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടുകൂടി നിർവഹിച്ചപ്പോൾ ദൈവം അവനെയും മഹത്വപ്പെടുത്തി, അവനെ ഉയർപ്പിച്ചു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഉത്തരവാദിത്വമാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ ഉത്തരവാദിത്വമല്ല. വൈദിക ജീവിതം നയിക്കുന്ന ഞങ്ങൾക്കും, കുടുംബജീവിതം നയിക്കുന്നവർക്കും, സന്യസ്ത ജീവിതം നയിക്കുന്നവർക്കും എല്ലാവർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണ്. അവരായിരിക്കുന്ന മേഖലയിൽ ദൈവത്തെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. ആ ഉത്തരവാദിത്വം എന്താണ് എന്ന് ഓരോരുത്തർ ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കണം. അവനോട് ചോദിക്കണം, ഈശോയെ, എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിന്റെ ഏത് ജോലിയാണ് ഈ ഭൂമിയിൽ ഞാൻ നിറവേറ്റേണ്ടത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോയെ പോലെ അഭിമാനത്തോടുകൂടി നമുക്കും പറയാൻ പറ്റണം, പിതാവായ ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള്, ജോലികള് സന്തോഷത്തോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന്. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.